Meet the editors. കമ്മീഷൻ വ്യക്തത വരുത്തിയോ എന്നാണ് ചോദ്യം. നമുക്കൊപ്പം പിയ സുനിൽ കൂടി ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി ഫ്ലോറിലേക്ക് എത്തുന്നുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ആദ്യം ഞാൻ പിയ സുനിലേക്ക് പോകുന്നു. പിയ സുനിൽ, ഒരുപക്ഷെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാനല്ല വന്നത് എന്ന് തോന്നിപ്പിക്കുവാനുള്ളൊരു പത്രസമ്മേളനമാണ് നടത്തിയത്. SIR-നെ കുറിച്ച് പറയുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വളരെ വിശദമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാൻ ശ്രമിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിനമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനം വിളിച്ചു എന്നതാണ് ഒരു പ്രത്യേകത. രണ്ട്, രാജ്യത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവ്, പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്ന് നേരിട്ട് മറുപടി പറയുകയാണ്. പ്രസ് റിലീസ് അല്ലാതെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകളല്ലാതെ, മറ്റേതെങ്കിലും സോഴ്സ് വഴിയല്ലാതെ. അങ്ങനെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഉയർത്തിയ വിഷയങ്ങളിൽ വ്യക്തത വരുത്തിയോ? പിയ സുനിൽ. വ്യക്തത വരുത്തിയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ സങ്കീർണമാക്കി ഈ വിഷയത്തെ മാറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഏതാണ്ട് 1.5 മണിക്കൂറിലധികം നീണ്ട ഈ വാർത്താ സമ്മേളനം ഞാൻ മുഴുവനായും കേട്ടതാണ്. ഈ വാർത്താ സമ്മേളനം സൂക്ഷ്മമായി പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. ഇത് തീർച്ചയായും ഈ ഒരു വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കും, രാഷ്ട്രീയ സംഘർഷമാക്കി ഈ വിഷയത്തെ മാറ്റാൻ പോകുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ശാസ്ത്രീയമായൊരു മറുപടി നൽകുന്നതിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയില്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. രാഹുൽ ഗാന്ധി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവപുരം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലെ നിയമസഭാ മണ്ഡലത്തിലെ ഒരു പോളിംഗ് ബൂത്തിൽ ഒരു ഇടുങ്ങിയ വീട്ടിൽ 80 വോട്ടർമാർ എങ്ങനെ ചേർന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞോ? ഇല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞില്ല. ബീഹാറിലെ പുതുക്കിയ വോട്ടർ പട്ടികയിൽ 22 ലക്ഷം പേർ മരിച്ചു എന്ന് പറഞ്ഞ് 65 ലക്ഷം പേരെ ഒഴിവാക്കിയതിൽ 22 ലക്ഷം പേർ മരിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. പക്ഷേ ഈ മരിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ പറയുന്ന ആളുകൾക്കൊപ്പം ഇരുന്ന് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ചായ കുടിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞില്ല. ഇന്ന് റിപ്പോർട്ടർ കളക്റ്റീവ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം നേരിട്ട് നടത്തിയ, ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾ ഈ വിഷയത്തിൽ നേരിട്ട് പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടർ കളക്റ്റീവ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം നടത്തിയ പരിശോധനയിൽ, ബീഹാറിലെ പുതിയ വോട്ടർ പട്ടികയിൽ നടത്തിയ പരിശോധനയിൽ ബീഹാറിലെ 3 മണ്ഡലങ്ങളിൽ 80,000-ലധികം കള്ളവോട്ടുകൾ ചേർത്തു എന്നാണ് ഈ റിപ്പോർട്ടർ കളക്റ്റീവ് എന്ന് പറയുന്നത്. ബീഹാറിലെ പിപ്ര, ബാഗ, മോട്ടിഹാരി എന്ന് പറയുന്ന 3 നിയമസഭാ മണ്ഡലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 80,000 വോട്ടുകൾ ഒരു മണ്ഡലത്തിൽ 25,000-ലധികം വോട്ടുകൾ ചേർത്തു എന്നാണ് പറയുന്നത്. അതിൽ ഗലിപ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടഡ്രസ്സിൽ 509 വോട്ടുകൾ പുതുതായി ചേർത്തു എന്ന് ഈ വോട്ടർ പട്ടിക ചൂണ്ടിക്കാണിച്ച് റിപ്പോർട്ടർ കളക്റ്റീവ് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വീടേ ഇല്ല. ഇനി ഇതേ വില്ലേജിലെ മറ്റൊരു വീട്ടിൽ ഇതുപോലെ 459 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അങ്ങനെയൊരു വീടും ആ ഗ്രാമത്തിലില്ല. ഇതുപോലെ 350 കേസുകളുണ്ടെന്നാണ് ഈ റിപ്പോർട്ടർ കളക്റ്റീവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പൊതുസമൂഹത്തിലുള്ള വിഷയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശാസ്ത്രീയമായി എന്തെങ്കിലും മറുപടി പറഞ്ഞു? രാഹുൽ ഗാന്ധി മഹാദേവപുരയിലെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഗാന്ധി സ്ക്രീനിലൊക്കെ തന്നെ ഇത് കാണിച്ചാണല്ലോ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേക്കുറിച്ച് അന്വേഷിച്ച് രാഹുൽ ഗാന്ധി ഈ പറഞ്ഞതിൽ ചില പിഴവുകളുണ്ട് എന്ന് പറഞ്ഞില്ല. ഇത് ശരിയാണ്, ഇതേക്കുറിച്ച് അന്വേഷിച്ച് പോരായ്മകൾ പരിഹരിക്കും എന്ന് പറഞ്ഞില്ല. അതിനു പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയെ പൊളിറ്റിക്കലി അറ്റാക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടുന്നത്, ആ നിലയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് രാഹുൽ ഗാന്ധിയോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ മാറ്റിയെടുക്കുകയാണ് ഇന്ന് ചെയ്തത്. എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയാണ്, രാഹുൽ ഗാന്ധി ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ്, രാഹുൽ ഗാന്ധി മാപ്പ് ചോദിക്കണമെന്ന്, അഫിഡവിറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ മറുപടി നൽകിക്കൊണ്ട് അനുരാഗ് താക്കൂർ, BJP നേതാവ്, മുൻ കേന്ദ്രമന്ത്രി, ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട്ടിൽ കള്ളവോട്ടുകൾ ചേർത്തു എന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് അനുരാഗ് താക്കൂറിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഫിഡവിറ്റ് ചോദിക്കാത്തത്? അനുരാഗ് താക്കൂറും പറഞ്ഞല്ലോ കള്ളവോട്ട് വയനാട്ടിൽ ചേർത്തു എന്ന്. പക്ഷേ എന്തുകൊണ്ട് അനുരാഗ് താക്കൂറിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അഫിഡവിറ്റ് വേണ്ട? അപ്പോൾ ഇത് ഇന്ന് ഈ ദിവസം എന്നതിന്, ഇന്ന് ഞായറാഴ്ച അവധി ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയെന്ന് മാത്രമല്ല, ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് വോട്ട് അധികാർ യാത്ര നടത്തുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ ആ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഈ പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി നേരിടുന്ന ഒരു നിലപാടിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത് തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും വലിയ അപകട സൂചനയാണ് ഇത്.
എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം. ഇന്ന് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പറഞ്ഞു, ചില വാനരന്മാർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമെന്ന്. അപ്പോൾ ചില വാനരന്മാർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് മറുപടിയാണ് കൊടുക്കുക എന്ന് സുരേഷ് ഗോപിക്ക് വ്യക്തമായി അറിയാവുന്ന തരത്തിലാണ് ഇന്ന് കാര്യങ്ങളൊക്കെ തന്നെയുള്ളത്. അപ്പോൾ ഇത് വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മാറ്റിയെടുത്തു. ഇത് വളരെ ശാസ്ത്രീയമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ച പരാതികളിൽ ഒരു പരിശോധന നടത്തി ഇക്കാര്യങ്ങൾ പരിഹരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി ഇതൊരു വലിയ രാഷ്ട്രീയ സംഘർഷമായി ജനാധിപത്യ സംവിധാനത്തിലെ വലിയൊരു പ്രതിസന്ധിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ വിഷയത്തെ മാറ്റിയിരിക്കുകയാണ്. താങ്ക് യു. വ്യക്തത വരുത്തിയോ? യഥാർത്ഥത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നാവായിട്ടാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ ഓഗസ്റ്റ് 7-നാണ് രാജ്യത്തെ ഞെട്ടിച്ച വലിയ വെളിപ്പെടുത്തൽ, വലിയ കള്ളം പുറത്തു കൊണ്ടുവന്നത്. കൃത്യം 11-ാം ദിവസമാണ് വാർത്താ സമ്മേളനത്തിലേക്ക് വരുന്നത്. ഇതിനിടയ്ക്ക് എന്താണ് നമ്മൾ 2 പ്രാവശ്യം കണ്ടത്? നോട്ടീസായി പോകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് വരുന്നു. അതല്ലാതെ എക്സിലൂടെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. ഇത് രണ്ടുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി ഈ പിഴവുകളുമായി ബന്ധപ്പെട്ടൊരു പരിശോധന ഉണ്ടാകും എന്നുള്ള പ്രതികരണമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ഒരു രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ എതിരാളിക്ക് മറുപടി നൽകുന്ന രൂപത്തിലാണെന്ന് പ്രതികരിച്ചിട്ടുള്ളത്. ഇന്ന് ജ്ഞാനേഷ് കുമാറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത്, രാഹുൽ ഗാന്ധി വോട്ട് കള്ളം എന്ന വാക്ക് പ്രയോഗിച്ചതിലൂടെ ഭരണഘടനാ വിരുദ്ധമായി പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്മേൽ പല കാര്യങ്ങളായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഒരു അന്വേഷണം നടക്കുമോ എന്നുള്ള ചോദ്യമാണ് ആദ്യമാണ് മലയാളി മാധ്യമ പ്രവർത്തന ചോദ്യമാണ് അത് വരുന്നത്. ആദ്യം അന്വേഷണം ഉണ്ടാകുമെന്ന ചോദ്യത്തിൽ അന്വേഷണം ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം വളരെ വിശദമായി കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് പിഴവുകളുണ്ട്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പിഴവുകൾ പറ്റാം. അദ്ദേഹം പറയുന്നു, ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ 10 ലക്ഷം പേരുണ്ട്. അതുകൂടാതെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. ഇവർക്കൊക്കെ തന്നെയും പിഴവുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള സമയമുണ്ട്. ആ സമയത്തിൽ അവർ പിഴവുകൾ കാണിച്ചിട്ടില്ല. അപ്പോൾ 45 ദിവസം സമയപരിധി എന്നുള്ളത് നേരത്തെ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നു. അതായത് അതിനുശേഷം കൊണ്ടുവരുന്ന സത്യം അത് സത്യമല്ല, ആ സത്യം പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. കാരണം അതിനുശേഷമാണല്ലോ ഈ തെളിവുകൾ കിട്ടുന്നത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വന്നിരിക്കുന്ന പിഴവ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് വന്ന പിഴവ് എന്ന് പറയുമ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും അടുത്ത യാത്ര തുടങ്ങിയിരിക്കുന്ന ദിവസമാണല്ലോ. എന്താണ് വോട്ടർ അധികാർ യാത്ര. ആ യാത്ര എന്നുള്ളത് ദീർഘനാളായിട്ടുള്ള 2 ആഴ്ച നീളുന്ന യാത്രയാണ്. 13 സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന യാത്രയാണ്. ആ യാത്രയുടെ തുടക്കത്തിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഞാൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കി. അത് എൻ്റെ കയ്യിൽ ഞാൻ സ്വയമായി എടുത്തു പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന രേഖകളിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ കണ്ടെത്തി അത് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിൽ തെളിവ് വരണമെന്ന് പറയുകയാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ രേഖയിൽ ഞാനെന്ത് തെളിവ് തരാനാണ് അദ്ദേഹം ചോദിക്കുന്നത്. വളരെ കൃത്യമാണത്. രണ്ടാമത്തെ കാര്യം, എന്നോട് സത്യവാങ്മൂലം ചോദിക്കുകയാണ്. അപ്പോൾ BJPയുടെ നേതാവ് അനുരാഗ് ഠാക്കൂർ, അതായത് രാഹുൽ ഗാന്ധിക്ക് 6 മാസം എടുത്ത് 7 അടി പൊക്കത്തിലുള്ള കടലാസുകൾ പരിശോധിച്ച് കൊണ്ടുവരേണ്ട വിവരങ്ങൾ അപ്പുറത്ത് 6 മണ്ഡലങ്ങളിലെ ദിവസങ്ങൾക്കകം തന്നെ വളരെ പെട്ടെന്ന് വാർത്താ സമ്മേളനം നടത്തി. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം വയനാട്ടിലടക്കം കള്ളവോട്ടർമാരുണ്ട് എന്ന വാർത്താ സമ്മേളനം നടത്തിയല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് സത്യവാങ്മൂലം വേണ്ടേ? ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതിനൊന്നും കൃത്യമായ മറുപടിയില്ല. ഇനി നോക്കൂ, ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ അത്ര എന്താ പറയുക, രാഷ്ട്രീയ കൗശലത്തോടു കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഒരു പ്രതികരണമാണ്. വോട്ടർമാരുടെ സ്വകാര്യത പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ അമ്മമാരുടെ, എന്തുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറഞ്ഞത്? ശകുൻ റാണി അല്ലെ, ശകുൻ റാണിയുടെ പേരാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. വോട്ടർ ID യിൽ ആദ്യം കാണിക്കുന്നത് ശകുൻ റാണിയുടെ ക്രോപ്പ് ചെയ്തും ക്രോപ്പ് ചെയ്യാതെയുമുള്ള ഫോട്ടോകൾ. എത്ര വോട്ടർ കാർഡുകളാണ് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ശകുൻ റാണി എന്ന 70-കാരിയെ അപമാനിക്കാനാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ അത് ചൂണ്ടിക്കാണിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അമ്മ പെങ്ങന്മാരെ അപമാനിച്ചുകൊണ്ട് അവരുടെ സ്വകാര്യത നശിപ്പിച്ചുകൊണ്ട് ഞാൻ അനുവദിക്കില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കില്ല. വോട്ടർമാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്, വോട്ടർമാർക്ക് വേണ്ടി ഞങ്ങളവിടെ മല പോലെ നിൽക്കുന്നു എന്നിങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് പറയുകയാണ്. ഇപ്പോൾ എന്താണ് ചോദ്യം? വോട്ടർമാരുടെ അവകാശം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. അതാണ് പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ ഞങ്ങളിതാ വോട്ടർമാർക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് ആരെ വിഡ്ഢിയാക്കാനാണെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര എന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി. ജനങ്ങൾ ഇത് ചോദിക്കും, ജനങ്ങൾ ഇത് കാണുന്നുണ്ടെന്നേ. ജനങ്ങൾ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിൻ്റെ ആധികാരികതയും പുറത്തു വരുന്ന ഉത്തരത്തിൻ്റെ ആധികാരികതയും ജനം കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് ജനം കാണുന്നുണ്ട് എന്ന രാഷ്ട്രീയ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു അധികാരവും ഇല്ലേ? അദ്ദേഹം ഇപ്പോൾ അതാണോ പറഞ്ഞു വരുന്നത്? 45 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ നിരായുധ
അനർഹരായി എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അതാണോ മനസ്സിലാക്കേണ്ടത്? എന്നിട്ട് ഒരു കള്ളന്യായം പറയാനാണ് 2019 സുപ്രീം കോടതി ഉത്തരവുണ്ടത്രേ, അതായത് സ്വകാര്യത മാനിക്കണമെന്ന്. അത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ? കമൽനാഥ് നൽകിയ ഒരു ഹർജിയിന്മേലാണ്. അത് VVPAT-മായി ബന്ധപ്പെട്ടാണ്. നോക്കൂ, ഓരോ കാലത്തും കാലം മാറുകയാണ്. ഇത് നമ്മളിത് ഡിജിറ്റൽ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഡിജിറ്റൽ ഇന്ത്യയിൽ വന്നിരിക്കുന്ന സാങ്കേതികമായി വന്നിരിക്കുന്ന മാറ്റം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധകമല്ലേ? അപ്പോൾ ഡിജിറ്റൽ രേഖകൾ നൽകില്ല എന്ന് പറയുന്നതിൽ ന്യായം 2019 ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് എവിടെ നിന്നൊക്കെയോ സമർത്ഥിക്കാൻ വേണ്ടി ഒരു വരി കൊണ്ടുവന്ന് പറയുകയാണ് അത് ചെയ്യാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണെന്ന്. ഇത് ആരെയാണ് ഇത് ബോധ്യപ്പെടുത്താനാവുക ഈ തരം മറുപടികളിലൂടെ? ഇത് ആരെ തൃപ്തിപ്പെടുത്താനുള്ള മറുപടിയായിട്ടാണ് വരുന്നത് എന്നുള്ള ചോദ്യം. ഇനി ഈ പറയുന്ന ശകുൻ റാണിയുടെ വിഷയം അവിടെ പറയുമ്പോൾ പിന്നെ പറയുന്നത് എന്താണ്? പിന്നെ പറയുന്ന രാഷ്ട്രീയ മറുപടി എന്താണ്? അഡ്രസ്സിൽ 0 വരുന്നത്. നോക്കൂ, തെരുവിൽ കിടന്നുറങ്ങുന്നവർക്ക് പോലും വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണിത്. ഒരു ഔദാര്യമാണ്. തെരുവിൽ കഴിയുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഉണ്ടെന്നാണോ അദ്ദേഹം പറഞ്ഞു വരുന്നത്? അപ്പോൾ ഇവിടെ സബ്കാ സാത്ത് സബ്കാ വികാസ് ഒക്കെ നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ മറുപടി നൽകുന്ന സ്ഥിതിക്ക് അതും ചോദിക്കാവുന്നതാണ്. ഈ തെരുവിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ടോ, അവർക്കും വോട്ടവകാശം, അത് അവരുടെ അഡ്രസ്സൊക്കെ 0 ആയിട്ടാണ് ഞങ്ങൾ രേഖപ്പെടുത്താറ് എന്ന് പറഞ്ഞു. ഒരു പുതിയ വിവരമാണ്. അതിൽ ഭരിക്കുന്നവർ മറുപടി പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇത്രയും 0 എത്ര പേരുണ്ട് എന്നുള്ള കാര്യം അതവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ABCD EFGH വരുന്ന അതിൻ്റെ കാര്യമോ? മിണ്ടിയിട്ടില്ലല്ലോ. അച്ഛന്മാരില്ലാത്ത വോട്ടർമാർ അവരാരും മിണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അവരവന് സൗകര്യത്തിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സൗകര്യത്തിലുള്ള മറുപടികൾ പറഞ്ഞുകൊണ്ട് 1.5 മണിക്കൂർ വാർത്താസമ്മേളനം, ചെറിയ സമയമൊന്നുമല്ല, 1.5 മണിക്കൂർ എടുത്തുള്ള വാർത്താസമ്മേളനം കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരു വാർത്താസമ്മേളനമാകുന്നു. ഇനി ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വലിയൊരു വിഷയം അവിടെ ഉയർത്തിക്കാണിക്കുമ്പോൾ അതൊരു വെറും വ്യാജ വോട്ടുകളും രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന ഒരു കള്ളമായി മാത്രം അതിനെ വ്യാഖ്യാനിച്ച് ചുരുക്കാൻ ശ്രമിച്ചാൽ അതിന് നിലനിൽക്കില്ല. കാരണം രാഹുൽ ഗാന്ധി ഇന്നത്തെ പ്രസംഗം വളരെ ചുരുക്കിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ പറയുന്നു, ഇവിടെ ആദ്യം പറയുന്ന മഹാരാഷ്ട്രയിലെ കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ്റെ മാജിക്കിൽ 1 കോടി വോട്ടർമാർ മഹാരാഷ്ട്രയിലുണ്ടായി എന്നാണ് അത് പറയുന്നത്. ആ മാജിക്കിൽ വന്നിരിക്കുന്ന 1 കോടി വോട്ടർമാർ, പുതിയ വോട്ടർമാർ എല്ലാം BJPക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. മുഴുവൻ പുതിയ വോട്ടർമാരും BJPക്ക് വോട്ട് ചെയ്യുകയും ഞങ്ങളുടെ നേരത്തെയുള്ള വോട്ടർമാർ അവിടെ നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? മറുപടിയുണ്ടോ? ആ മറുപടി പറഞ്ഞില്ല. തോറ്റ് കഴിഞ്ഞിട്ടല്ല ഇവിടെ ചോദിക്കാൻ വരേണ്ടത് എന്ന മറുപടിയാണ് പറയുന്നത്. അതെന്ത് മറുപടിയാണ്? എങ്ങനെ 1 കോടി വോട്ടർമാർ കൂടി എന്നതിന് മറുപടി വേണ്ടേ? മറുപടിയില്ല. പിന്നീടാണ് ഈ പറയുന്ന കർണാടകയിലെ കാര്യം പറയുന്നത്. അതും നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം അത് ആവർത്തിക്കുന്നു. അതിനുശേഷം പറയുകയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് കാര്യം പറയുന്നുണ്ട്. SIR ആണ് പ്രതിവിധി. ആവർത്തിച്ച് പറയുകയാണ്, ശുദ്ധീകരണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ ശുദ്ധീകരണം SIR വരുത്തിയതിനു ശേഷം ഇപ്പോൾ ഈ വോട്ടേഴ്സ് ഗിൽഡോ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കിയ പുതിയ പട്ടികയെക്കുറിച്ചാണല്ലോ. ആ പട്ടിക എന്ന് പറഞ്ഞാൽ UP-ൽ നിന്നും ആയിരക്കണക്കിന് വോട്ടർമാർ ഇവിടെ ബീഹാറിലെ പട്ടികയിൽ വന്നിരിക്കുകയാണ്. പുതിയ അതായത് എല്ലാം പരിഹരിച്ചുണ്ടാക്കിക്കുന്ന വൃത്തിയുള്ള ശുദ്ധീകരിക്കപ്പെട്ട പട്ടികയിൽ കാണുന്ന കാര്യമാണ് പറയുന്നത്. മറുപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊന്നും കാണാത്തൊന്നുമല്ലോ കമ്മീഷന് അറിയാം. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു, ഇന്ത്യ സഖ്യം, ഈ സഖ്യം ഒന്നിച്ചാണ്. ഇന്ന് അസുഖബാധിതനായി വയ്യാതിരിക്കുന്ന ലാലു പ്രസാദ് യാദവ് അടക്കം അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള യാത്ര ബീഹാറിൽ മാത്രമായി ചുരുക്കേണ്ട. ഇന്നത്തെ പ്രസംഗത്തിൽ അത് മാത്രമല്ല പറയുന്നത്, ജാതി സർവേയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ഈ പരിശോധനയിലേക്ക് കടക്കുകയാണ് എന്നുള്ളത് ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ജനം ഏറ്റെടുത്താണ്. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടി ഇത് കൊണ്ടുവരുന്നു എന്നുള്ളതല്ല, ഇതിലൊരു കളവ് നടന്നിരിക്കുന്നു. ആ കളവിൽ നമുക്ക് അത് കളവല്ല എന്ന് വ്യക്തമാക്കുന്ന മറുപടി നമുക്ക് കിട്ടണ്ടേ? അത് ഒരു പൗരന്റെ ബേസിക്കായ അവകാശമാണ്. ആ അവകാശത്തിന്മേലാണ് നിങ്ങൾ മിണ്ടരുത് എന്ന് പറയുന്നത്. ഇനി വേറെ ഒരു വാനര പ്രതികരണമായിട്ടൊരാൾ വന്നിട്ടുണ്ട്. ഇവിടത്തെ മൈക്കുകൾ എത്ര തവണ അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്നു? തൃശ്ശൂർ അങ്ങ് എടുത്തു പോയതല്ലേ? പിന്നീട് മാധ്യമങ്ങളോട് എന്തൊരു പരമ പുച്ഛമാണ് ഇദ്ദേഹത്തിന്. ഇന്നും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വാനരന്മാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം നടത്തി എന്തോ ഒന്ന് വലിയ അങ്ങ് പൊട്ടിക്കുന്നു വിചാരിച്ചിട്ടാണ് അദ്ദേഹം നെഞ്ചൊരുക്കി മറ്റേ സിനിമാ സ്റ്റൈലിൽ പറഞ്ഞത്. അത് അവിടെ ചോദിച്ചാൽ മതിയെന്ന്. ഒരു മറുപടിയുമില്ല. അദ്ദേഹത്തിന് കിട്ടിയ കള്ളവോട്ടിനെ കുറിച്ച് ഒരു മറുപടിയില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാരെ കൊണ്ട് താമസിപ്പിച്ച് ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ വോട്ടും ഫ്ലാറ്റുകൾ താമസിപ്പിച്ചതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടിയില്ല. ഇങ്ങനെ മറുപടി പറയാതെ നിങ്ങൾ തുടർന്നാൽ നിങ്ങൾക്ക് ജനം മറുപടി വേറെ നൽകിക്കോളും. വ്യക്തത വരുത്തിയോ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, വ്യക്തത വരുത്തിയോ എന്തെങ്കിലും? ഈ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ഞായറാഴ്ച തന്നെ ഒരു വാർത്താ സമ്മേളനം, സാധാരണ ഞായറാഴ്ച സർക്കാർ ഓഫീസുകൾ ചലിക്കാത്ത ഒരു നാട്ടിൽ ഞായറാഴ്ച തന്നെ വ്യക്തത വരുത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചതിൻ്റെ ആ മഹാമനസ്കതയെ നമിച്ചുകൊണ്ട് വേണം നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വ്യക്തത വരുത്തിയ വാർത്താ സമ്മേളനത്തെ അനുസ്മരിക്കാൻ. എറണാകുളത്തെ മുൻ കളക്ടറായിരുന്നു ഈ ഗണേഷ് കുമാർ. അപ്പോൾ മലയാളവും അത്യാവശ്യമൊക്കെ മനസ്സിലാവും, ഇംഗ്ലീഷ് അറിയാവുന്നതാണ്. പക്ഷേ
ഈ വാർത്താ സമ്മേളനം ഹിന്ദിയിലായിരുന്നു എന്നുള്ളത് കൂടി ഇന്ത്യയുടെ ഈ താഴെ കിടക്കുന്ന മനുഷ്യരായി നമ്മൾ ഓർക്കണം. പരിപൂർണമായും ഹിന്ദിയിൽ നിന്നൊരു വാർത്താ സമ്മേളനം. ഇംഗ്ലീഷ് നമ്മുടെ ഒഫീഷ്യൽ ഭാഷയായിട്ട് പോലും ഹിന്ദിയിലാണ് ആ വാർത്താ സമ്മേളനം നടത്തിയത് എന്ന് കൂടി ഒരു കുറ്റമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അതിൻ്റെ ഉള്ളറകളിലേക്ക് പോയാൽ എനിക്ക് ഓർമ്മ വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നല്ല ഒന്നാന്തരം രാഷ്ട്രീയ പ്രസംഗം. CCTV ദൃശ്യങ്ങൾ നമ്മുടെ അമ്മമാരുടെ പെങ്ങന്മാരുടെ പെൺമക്കളുടെ CCTV ദൃശ്യങ്ങൾ അവർക്ക് കൊടുക്കണമെന്നാണോ പറയുന്നത്? മാ ബഹനോങ്കി മംഗലസൂത്ര ഛീൻ ലേങ്കെ വോ ലോഗ് എന്ന മോദിയുടെ പ്രസംഗം ഓർമ്മയില്ലേ? എനിക്ക് കൃത്യം അതാണ് ഓർമ്മ വന്നത്. മോദിയുടെ കഴിഞ്ഞ ഛീൻ ലേങ്കെ വോ ലോഗ് എന്ന് പറഞ്ഞ മോദിയുടെ രാഷ്ട്രീയ പ്രസംഗമാണ് എനിക്ക് ഓർമ്മ വന്നത്. അമ്മ പെങ്ങന്മാരെ എടുത്തു വെച്ചിട്ടാണ് രാഷ്ട്രീയം കളിക്കുന്ന മോദിയുടെ അതേ ലൈനിൽ നമ്മുടെ BJPയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തോളിൽ തോക്ക് വെച്ച് വോട്ടർമാർക്കെതിരെ നിറയൊഴിച്ചാൽ ഞങ്ങളത് അനുവദിക്കാൻ പോകുന്നില്ല. അപ്പോൾ പ്രശ്നം ആരാ? വോട്ടർമാർക്കെതിരെയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. ഒന്ന്, അമ്മ പെങ്ങന്മാരുടെ CCTV ചോദിച്ചു രാഹുൽ ഗാന്ധി. രണ്ട്, ഇന്ത്യയിലെ വോട്ടർമാർക്കെതിരെ രാഹുൽ ഗാന്ധി എന്തോ വലിയ കുഴപ്പങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് 90 കോടി വോട്ടർമാർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ഗണേഷ് കുമാറും സംഘവും ഇന്ന് പറഞ്ഞത്. നല്ല ഒന്നാന്തരം പൊളിറ്റിക്കൽ സ്പീച്ച് ഇന്ന് അദ്ദേഹം നടത്തി. ആ കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചെന്ന് പറയണം. കാരണം സൂര്യൻ എന്തൊക്കെ പറഞ്ഞാലും സത്യം അവസാനിക്കുന്നില്ല. സൂര്യൻ കിഴക്ക് തന്നെ ഉദിക്കും, ഒരിക്കലും സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിടുകയാണ്. എനിക്കിതിനകത്ത് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുക്കിക്കളഞ്ഞ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വോട്ടർമാർക്കെല്ലാം എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെന്താ ഈ 1 ലക്ഷം പേർക്ക് നോട്ടീസ് കൊടുക്കണമോ, ഇവരെയൊക്കെ വിളിച്ചു വരുത്തണമോ എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചത്. ഒരു ചോദ്യത്തിന് മറു ചോദ്യമായി ആര് പറഞ്ഞു? രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക മണ്ഡലത്തിൽ ഒരു വീട്ടിൽ 880, 800, 80, 70 ആളുകൾ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടെ പോയി നിങ്ങളുടെ ആളുകൾക്ക് പരിശോധിക്കാമല്ലോ. 10 ലക്ഷം വീഡിയോമാരുണ്ടല്ലോ, ഇന്ത്യ മുഴുവൻ വലിയ സംവിധാനമുണ്ടല്ലോ, അതുപോയി ആദ്യം പരിശോധിക്കൂ, എന്നിട്ട് സംശയമുണ്ടെങ്കിൽ നോട്ടീസ് കൊടുക്കൂ. ഇതല്ലേ സാർ ഒരു ലളിത യുക്തി? പക്ഷേ അതല്ല. രാഷ്ട്രീയ പ്രസംഗത്തിൽ തിരിച്ച് ഉത്തരവില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞങ്ങ് പോവുകയാണ്. കേൾക്കുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോട്ടെ. ഞങ്ങളെന്താ 1 ലക്ഷം പേർക്ക് നോട്ടീസ് കൊടുക്കണമോ? പിന്നെ അടുത്തത്, വോട്ടർ പട്ടികയിൽ പിഴവുണ്ട്. ഇനിയിപ്പോൾ സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. രാഹുൽ ഗാന്ധി നല്ല വിശദമായി പൊളിച്ചടിക്കുക. 1 മണിക്കൂർ 1.5 മണിക്കൂർ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് വോട്ടർ പട്ടികയിൽ പിഴവില്ല എന്നെങ്ങാനും ഗണേഷ് കുമാർ സംസാരിച്ചാൽ വട്ടാണെന്ന് ജനങ്ങൾ പറയും. അതുകൊണ്ട് പറയുകയാണ് വോട്ടർ പട്ടികയിൽ പിഴവുണ്ട്, പക്ഷേ ഇവരൊക്കെ കള്ളവോട്ട് ചെയ്തു എന്നതിന് തെളിവില്ല. അത് ശരി. അതാരാ കണ്ടുപിടിക്കണ്ടേ? അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതും നമ്മുടെ പണിയാണ്, രാഹുൽ ഗാന്ധിയുടെ പണിയാണ്. അപ്പോൾ ഒരു സംശയം തിരിച്ചു ചോദിക്കാമല്ലോ. ഈ പറയുന്ന വോട്ടർ പട്ടികയിലെ പിഴവുള്ള ആളുകൾ അവരവിടെ വോട്ട് ചെയ്തോന്ന് നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. ഈ പറയുന്ന ശകുൻ റാണി 2 ഇടത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം പരിശോധിക്കാമല്ലോ. അതെന്താ പരിശോധിക്കണ്ടേ? നിങ്ങൾ പരിശോധിച്ചാൽ പരിശോധനയാവില്ലേ? അതോ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പരിശോധിച്ചാലേ ആവുകയുള്ളൂ? അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, 1.5 ലക്ഷം പേർക്ക് ഞങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുന്നത് അസാധ്യമാണെന്ന് പറയുന്ന നുണ. 2, വോട്ടർ പട്ടിക കളവാണ്, പക്ഷേ വോട്ടർ പട്ടികയിലെ ഈ കളവനുസരിച്ച് വോട്ട് നടന്നോ എന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതിന് തെളിവില്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ്. അതുകൊണ്ട് ബാംഗ്ലൂരിലൊക്കെ ഇരുന്ന് PDF ഡോക്യുമെൻ്റ് ഉണ്ടാക്കി കാണിച്ച് ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട, ഞങ്ങൾ വോട്ടർമാർക്കൊപ്പമാണ്. അങ്ങനെ 2 കള്ളങ്ങൾ അദ്ദേഹം പറഞ്ഞു. അത് പൊളിയുകയാണ്. മൂന്നാമത്തേത്, ഈ മെഷീൻ റീഡബിൾ ഡോക്യുമെൻ്റ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് വിശദമായി പലരും ചോദിച്ചു. അപ്പോൾ തിരിച്ചു പറഞ്ഞ മറുപടി, അതെങ്ങനെ കൊടുക്കാൻ പറ്റും? അത് കിട്ടിക്കഴിഞ്ഞാൽ ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യും, അപ്പോൾ തരാൻ പറ്റില്ല. ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പം ശരിയാണല്ലോ, ഏത് ഡേറ്റയുടെ കാര്യമാണ് ഈ പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിങ്ങളുടെ വോട്ടർ പട്ടികയുടെ ഒരു മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള ഒരു പകർപ്പ് ചോദിക്കുന്നു. അതൊരു പെൻഡ്രൈവിൽ ഞാനിങ്ങനെ വാങ്ങിക്കുന്നു, എന്നിട്ട് ഞാൻ പരിശോധിക്കുകയാണ്. ഞാനിവിടെ നിന്ന് പരിശോധിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിരിക്കുന്ന ഡേറ്റ എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതെന്താ ഗണേഷ് കുമാറിന് വട്ടാണോ, അതോ വിഡ്ഢിയാണോ, അതോ ഞങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണോ? ഒരു കോടതിയുടെ ഉത്തരവിൻ്റെ പകർപ്പ് കോടതി എനിക്ക് തന്നാൽ കോടതിയിലിരിക്കുന്ന ഉത്തരവിൻ്റെ ഒറിജിനൽ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഭരണഘടനയുടെ ഒരു പതിപ്പ് ഇന്ത്യ എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് ഭരണഘടന കറക്റ്റായി പോകുമോ? വിവരക്കേടും മണ്ടത്തരവും അതോടൊപ്പം കുറച്ച് രാഷ്ട്രീയ നമ്പറുകൾ വിട്ടല്ലോ വാർത്താ സമ്മേളനത്തിലെ 3ാമത്തെ മണ്ടത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. മെഷീൻ റീഡബിൾ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലിരിക്കുന്ന വോട്ടർ പട്ടികയിൽ എന്തോ വലിയ ക്രമക്കേട് വരുമത്രേ. ഇനി ഈ CCTVയുടെ കാര്യത്തിൽ വളരെ രസകരമായൊരു കാര്യം, ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന കക്ഷി 2025 ജനുവരിയിൽ അദ്ദേഹവും പറഞ്ഞിരുന്നു, ഈ CCTV ദൃശ്യങ്ങൾ ഇവർ പരിശോധിക്കാൻ തുടങ്ങിയാൽ 360 വർഷമെടുക്കും ഇവർ പരിശോധിച്ച് തീർക്കാൻ. അപ്പോൾ ഇവർക്ക് ഇത് എന്തിൻ്റെ ആവശ്യം?
ഇന്ന് ഇദ്ദേഹം പറയുന്നു പെൺമക്കളുടെയും അമ്മമാരുടെയും സഹോദരിമാരുടെയും CCTVയിൽ കൊടുക്കില്ല. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, ആദ്യത്തെ 45 ദിവസമാണെങ്കിൽ കൊടുക്കാം എന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത് സാർ, അത് മറന്നുപോയോ? എന്നിട്ട് പറയുകയാണ് 45 ദിവസം കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ CCTV ദൃശ്യങ്ങൾ കത്തിച്ചു കളഞ്ഞു. സത്യത്തിൽ ഇന്ത്യയിലെ ഒരു നിയമത്തിലും CCTV ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 45 ദിവസം കഴിഞ്ഞാൽ കത്തിച്ച് കളയണമെന്നില്ല. അങ്ങനെ ഒരിടത്തും എഴുതിയിട്ടില്ല. ആകെയുള്ളൊരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 45 ദിവസത്തിനകം പരാതി കൊടുക്കണം. അത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള പരാതി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാഖ്യാനിക്കുകയാണ് 45 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളതങ്ങ് കത്തിച്ച് കളഞ്ഞു, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് കഴിഞ്ഞ വർഷം രേഖകൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് വേറെ ഒരു രേഖ ഇറക്കിയത് എന്നതും ഈ തരുണത്തിൽ ആരും മറന്നു പോകരുത്. അപ്പോൾ CCTV ദൃശ്യങ്ങളിലെ ഒരു കത്തിച്ച് കളയാനുള്ളൊരു വ്യഗ്രത അതിഭീകരമാണ്. 2019 ഒരു പ്രത്യേക കോടതി ഉത്തരവിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത് സീക്രസിയാണ്, അതുകൊണ്ടാണ് വോട്ടർമാരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് വിശദമായി കൊടുക്കാത്തതെന്ന് കൂടി പറഞ്ഞു ഇന്ന് ഗണേഷ് കുമാർ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം, 2 തവണ ഈ രീതിയിൽ കോടതി ഉത്തരവിൻ്റെ മറവിലും മറ്റൊരിക്കൽ സർക്കാർ ഉത്തരവിൻ്റെ പേരിലും CCTV ദൃശ്യങ്ങളും മറ്റ് പുതിയ തരത്തിലുള്ള സാങ്കേതികവിദ്യയുടെ വളർച്ചയുണ്ടായ തെളിവുകളും കൊടുക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കേസിൽ CCTV ദൃശ്യങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഒരൊറ്റ കാര്യമേ അതിനകത്ത് പറയുന്നുള്ളൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പ് നിയമത്തിനകത്ത് എന്താണോ ചട്ടത്തിൽ പറയുന്നത് അത് കൊടുക്കണം എന്നാണ്. അതിനകത്ത് CCTV ഇല്ല. കാരണം ചട്ടം എഴുതി വച്ചിരിക്കുന്നത് ഇതിനൊക്കെ മുമ്പാണ്, CCTV ഒക്കെ പിന്നെയല്ലേ വന്നത്. അതുകൊണ്ട് അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ കോടതി ഉത്തരവിൽ പറയുന്നത്. അതാണ് ഇവിടെ പ്രശ്നം. അതുമാത്രമേ ഉള്ളൂ പ്രശ്നം. എന്ന് മാത്രമല്ല, 2024 ഡിസംബർ 21 ചട്ടങ്ങളിൽ ഒരു ഭേദഗതി വരുത്തി. CCTV ഫുട്ടേജ്, വെബ്കാസ്റ്റിംഗ് ക്ലിപ്പ് ആസ് വെൽ ആസ് വീഡിയോ റെക്കോർഡിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് അത് ഇത്രയും കൊടുക്കാൻ പറ്റില്ല എന്ന ഒരു നിയമ ഭേദഗതി വരുത്തി. ഏത് ഭേദഗതി? റൂൾ 93 ഓഫ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇതിനകത്ത് എല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞതിനകത്ത് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള സാധനം, ഡോക്യുമെൻറ്റ്സ് എന്താണെന്നുള്ള തർക്കം വന്നപ്പോൾ ഒരു കോടതി CCTV ദൃശ്യങ്ങളെല്ലാം എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഭേദഗതി വരുത്തുകയാണ്, ഓൾ ഡോക്യുമെൻറ്റ്സിൽ ഇതൊന്നും ഉൾപ്പെടില്ല. CCTVയെ പേടിക്കുന്ന മനുഷ്യരെല്ലാം ഒന്നെങ്കിൽ കള്ളന്മാരാണ്, അല്ലെങ്കിൽ കള്ളത്തരത്തിന് കൂട്ടി നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തോ കാര്യം മറയ്ക്കാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു നമ്പർ ഇന്ന് അവിടെ ഇറക്കിയത്. ഇനി ഇതൊക്കെ പോട്ടെ, ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആളുകൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടല്ലോ. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത്രയും പരാതിയുണ്ടല്ലോ, ശരി, അതുകൊണ്ടാണ് ഞങ്ങൾ ബീഹാറിൽ സ്പെഷ്യൽ ഡ്രൈവ് കൊണ്ടുവരുന്നത്. സ്പെഷ്യൽ ഡ്രൈവ് കൊണ്ടുവന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. നിങ്ങൾ പറഞ്ഞ പ്രശ്നം ഇതാ പരിഹാരം, ഇനി 15 ദിവസം കൂടെ ഉണ്ട്, നിങ്ങൾ മറുപടി കൊടുത്തോളൂ. അപ്പോൾ ചില മാധ്യമപ്രവർത്തകർ എഴുന്നേറ്റ് ചോദിച്ചു, സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഭയങ്കര മഴയുള്ള സമയമാണ് ബീഹാറിൽ, ഈ സമയത്ത് തന്നെ ഇത് നടത്തണം എന്ന് നിർബന്ധമുണ്ടോ? മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. 2023, 2004 2004, 2005 കാലത്താണ് ഈ സ്പെഷ്യൽ ഡ്രൈവ് ഇതിനു മുമ്പ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. അന്ന് 2005 2 സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും സ്പെഷ്യൽ ഇൻറ്റൻസ് ഡ്രൈവ് വേണ്ട എന്ന് തീരുമാനമെടുത്തിരുന്നു. അത് മഹാരാഷ്ട്രയിലും അരുണാചലിലുമാണ് 2005. എന്താ കാരണം? ആ വർഷം അവിടെ തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ വർഷം അവിടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് ഡ്രൈവ് നടന്നില്ല. ഇതിന് താങ്കൾക്ക് എന്താ മറുപടി എന്ന് ചോദിച്ചു. മറുപടി ഉണ്ടായില്ല. 2003 ഇതിനു മുമ്പ് ബീഹാറിൽ നടന്നത്. അത് 1 വർഷം എടുക്കുന്ന പ്രോസസ്സായിരുന്നു. ഇത്തവണ നിങ്ങളുടേത് 2 മാസം എടുക്കുന്ന പ്രോസസ്സാണ്. എന്താ കാരണം? അതിനും മറുപടിയില്ല. മറുപടിക്ക് വേണ്ടിയല്ല ഇന്നത്തെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്, സംശയങ്ങൾ ദൂരീകരിക്കാനുമല്ല. രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ പ്രചരണം തുടങ്ങുന്ന ദിവസം ഞായറാഴ്ചയായിട്ട് കൂടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സകല സന്നാഹവും ഒരുക്കി വന്നത് രാഹുൽ ഗാന്ധിക്കുള്ള രാഷ്ട്രീയ മറുപടി പറയാനാണ്, രാഷ്ട്രീയ പ്രസംഗം നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ദിവസം വിനിയോഗിച്ചത്, അവരുടെ 1.5 മണിക്കൂർ വിനിയോഗിച്ചത്. വളരെ വിദഗ്ധമായി അതിനെല്ലാം മറുപടി പറയുകയും അതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ മോനെ ഒടിഞ്ഞു പോകും എന്നാണ് ചോദിച്ചത്. രാഹുൽ ഗാന്ധി തിരിച്ച് ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, ഞാൻ ഇതൊക്കെ തരണമെന്ന് നിങ്ങൾ പറയുന്നു. ഇതേ ആരോപണമല്ലേ BJPയുടെ നേതാവ് അനുരാഗ് താക്കൂർ പറഞ്ഞത്? അയാൾക്ക് വേണ്ടേ? ആ ഒരൊറ്റ ഉത്തരത്തിൽ ഈ ആവേശം മുഴുവൻ കൊഴിഞ്ഞുപോയി. എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ പ്രചരണ ജാഥയ്ക്ക് ഇത്രയും നല്ലൊരു പബ്ലിസിറ്റി വേറൊന്നും കിട്ടാനുമില്ല. അപ്പോൾ ഉദ്ദേശിച്ചത് നടന്നുമില്ല, നിങ്ങൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവുകയും ചെയ്തു. പിന്നെ രാഷ്ട്രീയത്തിൽ പറ്റിയാൽ ഈ പണി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, അങ്ങ് തിളങ്ങും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്, നാട്ടുകാർക്കും തോന്നിക്കാണും. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കസേരയിൽ ഇരിക്കാൻ ഒരു യോഗ്യതയും ജ്ഞാനേഷ് കുമാർ നിങ്ങൾക്കില്ല,
കേരള കേഡറിലെ ഈ ഉദ്യോഗസ്ഥൻ നടത്തിയ തനി രാഷ്ട്രീയ പ്രസംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രസംഗമായും ഒരു വാർത്താ സമ്മേളനമായും രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കമ്മീഷൻ വ്യക്തത വരുത്തിയില്ല എന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇനിയൊരു ദേശീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രം പൂർത്തിയാക്കിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനെ പറയുമോ എൻ ഡി എയിലെ ഏതെങ്കിലും ഒരു സഖ്യകക്ഷി? എൻ ഡി എയിലെ ഒരു സഖ്യകക്ഷിയായി ഇലക്ഷൻ കമ്മീഷൻ മാറുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടത്. ജ്ഞാനേഷ് കുമാർ അമിത്ഷായുടെ സന്തത സഹചാരിയായിരുന്നു കേട്ടോ. ആർട്ടിക്കിൾ 370 ഡ്രാഫ്റ്റ് ചെയ്ത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വേളയിലെല്ലാം അമിത്ഷായ്ക്കൊപ്പം സന്തത സഹചാരിയായിട്ട് നടന്നത് അന്ന് കാശ്മീർ ഡെസ്കിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഇതേ ജ്ഞാനേഷ് കുമാറാണ്. ഇതേ ജ്ഞാനേഷ് കുമാറാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തിച്ചിരുന്നത്. അതേ ജ്ഞാനേഷ് കുമാറാണ് ഇന്ന് എൻ ഡി എക്ക് വേണ്ടി കളത്തിലിറങ്ങി ബാറ്റ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ക്രിക്കറ്റ് മത്സരത്തിലെ അമ്പയർ മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ബാറ്റ്സ്മാൻമാർ ഇങ്ങനെ റണ്ണൗട്ട് ആവുന്ന സമയത്ത് ബാറ്റും പിടിച്ച് കളത്തിൽ വന്ന് ഒരു ടീമിന് വേണ്ടി ബാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഇന്ന് ജ്ഞാനേഷ് കുമാറും ഇലക്ഷൻ കമ്മീഷനും ബാറ്റ് ചെയ്തത്. രാഹുലിൻ്റെ ശരമേറ്റ് അക്ഷരാർത്ഥത്തിൽ തേർത്തട്ടിൽ തളർന്നുപോയ ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെയാണ് നമുക്കിത് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ വരുന്ന ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് അത്യന്തം കൗതുകകരമാണ്. എന്നെ സംബന്ധിച്ച് നിരാശയും ആശങ്കയും ഉണ്ടാക്കുന്ന പ്രതികരണമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാനിങ്ങനെ ഇത്രയും പരിതാപകരമായ ഒരു പത്രസമ്മേളനം ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഇന്നേ വരെ കണ്ടിട്ടില്ല. സ്വതന്ത്ര ഇന്ത്യ പോലും കണ്ടിട്ടില്ല. ആദ്യത്തെ മാസം മുതൽ ദാ ഇങ്ങോട്ട് ജ്ഞാനേഷ് കുമാർ വരെയുള്ള വളരെ പ്രതിഭാധനരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ടി എൻ ശേഷനെ പോലെയൊക്കെ ഉത്തരവാദിത്വമുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ടായിരുന്ന കാലമാണ്. അവിടെ നിന്നാണ് നമ്മൾ ജ്ഞാനേഷ് കുമാറിലേക്ക് വന്നിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ ആശങ്കപ്പെടുത്തുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു പൗരൻ എന്ന നിലയിൽ ഇന്ന് ജ്ഞാനേഷ് കുമാർ പറഞ്ഞല്ലോ, ഭരണഘടനയ്ക്ക് അപമാനമാണെന്ന്. ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും അപമാനകരമായൊരു പ്രസ് കോൺഫറൻസ് ആണ് കടന്നുപോയത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു രാഷ്ട്രീയ കക്ഷിയായി ഇലക്ഷൻ കമ്മീഷൻ രൂപം മാറുന്നു എന്നതിൻ്റെ സൂചന വളരെ വ്യക്തമായ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിനുണ്ട്. നേരത്തെ ജിമ്മിയും സ്മൃതിയും സൂചിപ്പിച്ചതുപോലെ ഈ ആരോപണങ്ങൾക്ക് രാഹുൽ ഗാന്ധി 7 ദിവസത്തിനുള്ളിൽ മാപ്പ് പറയണം, അല്ലെങ്കിൽ സത്യവാങ്മൂലം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒരക്ഷരം അനുരാഗ് ഠാക്കൂറിനെ കുറിച്ച് പറഞ്ഞില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. അനുരാഗ് ഠാക്കൂറിൻ്റേത് എന്താ? അനുരാഗ് ഠാക്കൂറിൻ്റേത് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്ത റിയൽ വോട്ടർമാരെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. 3 മൈമുനമാർ, ഓർമ്മയുണ്ടാവും പ്രേക്ഷകർക്ക്, 3 പഞ്ചായത്തുകളിലെ 3 വ്യത്യസ്ത മൈമുനമാർ, ഒരു മൈമുനയാണ് എന്ന മട്ടിലാണ് അനുരാഗ് ഠാക്കൂർ പ്രതികരിച്ചത്. ആ വോട്ടറെ അപമാനിച്ച് അനുരാഗ് ഠാക്കൂറിന് മാപ്പ് പറയേണ്ടതില്ലേ ഇലക്ഷൻ കമ്മീഷണറെ? നമ്പർ 2, ഇതേ അനുരാഗ് ഠാക്കൂർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. എന്താ അനുരാഗ് ഠാക്കൂർ പറഞ്ഞത്? ഈ ചൗണ്ടേരി എന്ന് പറയുന്ന സ്ഥലം, ഈ ചാമുണ്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ ഈ സ്ഥലത്തിന് ഒരു വീട്ടുപേരാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ വോട്ടർമാരെയും അപകീർത്തിപ്പെടുത്തുകയല്ലേ ചെയ്തത്? അങ്ങനെ അപകീർത്തിപ്പെടുത്തിയ അനുരാഗ് ഠാക്കൂർ മാപ്പ് പറയാതിരിക്കുകയും എന്നാൽ വസ്തുതാപരമായി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ഒരു സംശയമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് പറയുകയും ചെയ്തത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതിത്വത്തെ, എന്താ പറഞ്ഞത്, നിഷ്പക്ഷാണ് എന്നാണ് അല്ലേ? 2 പക്ഷങ്ങളിലുമില്ല, കൃത്യമായി പക്ഷപാതിത്വം തെളിവാക്കുന്നതായിരുന്നു ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് തന്നെ. അതുകൊണ്ട് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഒരു അമ്പയറുടെ സ്ഥാനത്ത് നിന്നും ഒരു കളിക്കാരൻ്റെ സ്ഥാനത്തേക്ക്, ഒരു പാർട്ടിയുടെ നിലവാരത്തിലേക്ക് തരം താണിരിക്കുന്നു എന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? നിർഭയമായി നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ സംശയിച്ചു തുടങ്ങിയാൽ ഈ ജനാധിപത്യം അവതാളത്തിലാകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതാണ് ആദ്യത്തെ ടേക്ക്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിലും ഗൗരവമായ വിഷയം എന്ന് പറയുന്നത്, മാപ്പ് പറയണമെന്ന് പറഞ്ഞ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഏത് കാര്യത്തിനാണ് മാപ്പ് പറയേണ്ടത് രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ടത് ഇപ്പോഴും രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുന്ന വിഷയങ്ങളില്ലേ? 1,280,000 വ്യാജ വോട്ടുകളാണ് മഹാദേവ്പുര എന്ന നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ചേർത്തത് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഒരു വാക്ക് ഉരിയാടിയിട്ടുണ്ടോ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഇന്നതിൻ്റെ ചുവട് പിടിച്ചല്ലേ ബാക്കിയുള്ള ബീഹാറിലെ SIRൽ റിവിഷൻ നടന്ന വോട്ടർ പട്ടികയിൽ ഇനി സെപ്റ്റംബർ 1-ാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനിരിക്കെ ഇതിനകം 3 മണ്ഡലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് കണ്ടെത്തിയത് 80,000 വോട്ടാണ് സാർ. 80,000 കള്ള വോട്ട് ഇതിനകം ബീഹാറിൽ കണ്ടെത്തിയിട്ടില്ലേ? മഹാദേവ്പുരയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത്
ബീഹാറിലെ കണക്ക് വെച്ചുകൊണ്ട് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് സമർത്ഥിക്കുന്നില്ലേ? 3 മണ്ഡലങ്ങൾ പിപ്ര, ബാഖ, മോട്ടിഹരി. പിപ്രയിൽ മാത്രം നേരത്തെ സുനിൽ സൂചിപ്പിച്ചു, പിപ്രയിൽ മാത്രം സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. 20 മുതൽ 500 വരെ വോട്ടുകൾ ഒരു വീട്ടിലുണ്ട് എന്ന് രേഖപ്പെടുത്തുകയാണ്. ഇവിടെയാണ് അനുരാഗ് ഠാക്കൂർ പറഞ്ഞ യഥാർത്ഥ പ്രശ്നമുള്ളത്. അനുരാഗ് ഠാക്കൂർ പറഞ്ഞ മൈമുനമാർ ജീവിക്കുന്നത് ഈ പിപ്രയിലാണ്, ഈ ബാഖയിലാണ്, ഈ മോട്ടിഹരിയിലാണ്, ബീഹാറിലെ SIR-ലാണ്. എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് നോക്കൂ. 509 വോട്ടർമാരാ ഒരു ഒറ്റ സ്ഥലത്തുള്ളത്. പിപ്രയിലെ ഒരൊറ്റ വീട്ടിൽ മാത്രം 509 വോട്ടർമാർ. മറ്റൊരിടത്ത് ഒരു വീട്ടിലുള്ളത് 459 വോട്ടർമാരാണ്. ഒരു വീട്ടിലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ വീട്ടിലുള്ള 480 പേർക്ക് വ്യത്യസ്ത ജാതി, വ്യത്യസ്ത മതം, വ്യത്യസ്ത കമ്മ്യൂണിറ്റി, ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടവർ പോലും അതിലുണ്ട് എന്നുള്ളതാണ്. എത്ര സുന്ദരമായൊരു ഗ്രാമമായിരിക്കും അത്. 489 പേരുള്ള ഒരു വീട്. അതാണ് വ്യാജ വോട്ടിൽ കണ്ടെത്തിയത്. മറ്റൊന്ന് 100-ലധികം വോട്ടർമാരെ വ്യാജ വോട്ടുകൾ ചേർത്ത മോട്ടിഹരി മണ്ഡലത്തിലെ 3 ഇൻസ്റ്റൻസസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ്. മറുപടിയുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്? അപ്പോൾ രാഹുൽ ഗാന്ധി എന്തിനാ മറുപടി പറയേണ്ടത്? 1,280,000 വോട്ടുകൾ വ്യാജ വോട്ടാണെന്ന് കൃത്യമായി ഡാറ്റ സഹിതം 6 മാസത്തെ പരിശ്രമം കൊണ്ട് പ്രൂവ് ചെയ്തതിന് രാഹുൽ ഗാന്ധി മാപ്പ് പറയണോ ഈ രാജ്യത്തോട്? ശകുൻ റാണി എന്ന് പറയുന്ന വോട്ടർക്ക് ഒരേ ബൂത്തിൽ തന്നെ 3 വോട്ടുകളുണ്ട്. 2 എന്നാണ് രാഹുൽ പറഞ്ഞത്. പിന്നീട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് 3 വോട്ടുകൾ ആ ബൂത്തിൽ തന്നെ ശകുൻ റാണി എന്ന 70 വയസ്സ് പിന്നിട്ട ഒരു വയോധികയ്ക്കുണ്ട് എന്ന് സത്യം പറഞ്ഞതിനാണോ രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ടത്? ആദിത്യ ശ്രീവാസ്തവയ്ക്ക് കർണാടകയിലും മറ്റു സംസ്ഥാനങ്ങളിലും വോട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനാണോ മറുപടി പറയേണ്ടത്? ഗുർകീത് റാമിന് 1-ലധികം സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനാണോ രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ടത്? ഒരു വീട്ടിൽ മാത്രം 80 പേരുണ്ട് എന്ന് രാഹുൽ ഗാന്ധി കണ്ടെത്തിയതിനാണോ രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ടത്? രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ എവിടെയാ തെറ്റ്? എവിടെയാ ചോദ്യം? മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, അവസാനത്തെ 5.5 മണിക്ക് ശേഷമുള്ള അരമണിക്കൂറിനുള്ളിൽ വോട്ട് രേഖപ്പെടുത്തിയത് 8% വോട്ടർമാരാണ്. അവിടുത്തെ അഡൾട്ട് പോപ്പുലേഷനേക്കാൾ കൂടുതൽ വോട്ടർമാർ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനാണോ രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ടത്? ഇലക്ഷൻ കമ്മീഷണർ പറയേണ്ട ഉത്തരങ്ങളാണിതൊന്നും. ഈ ചോദ്യങ്ങളെല്ലാം ജനം ചോദിക്കുമെന്ന തിരിച്ചറിവ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവണം. അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ഒരു ചോദ്യത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ഉത്തരമില്ലെങ്കിൽ മാപ്പ് എന്നുള്ളത് ഫാസിസത്തിന്റെ മുഖമുദ്രയാണ് സാർ. ഇത് ജനാധിപത്യമാണ് സാർ. ആർട്ടിക്കിൾ 19 വിഭാവനം ചെയ്യുന്ന റൈറ്റ് ടു വോയിസ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അത് ഈ ജനാധിപത്യത്തെ അപമാനിക്കാനല്ല, ഈ ജനാധിപത്യത്തിലെ തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ ആർജവത്തോടു കൂടി വളരെ വിശദമായി പഠിച്ചതിനു ശേഷം നടത്തിയ പ്രസ്താവനകൾക്ക് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും, എന്നാൽ ഇതൊന്നും പഠിക്കാതെ വന്നൊരു സമുദായത്തെയും ഒരു പ്രദേശത്തെ ജനങ്ങളെയും അപമാനിച്ച് വോട്ടർമാരെ അപമാനിച്ച അനുരാഗ് ഠാക്കൂറും മാപ്പ് പറയേണ്ടതില്ല എന്ന നിലപാടെടുത്ത് ഇലക്ഷൻ കമ്മീഷൻ്റേത് അങ്ങേറ്റം പക്ഷപാതിത്വമുള്ള നിലപാടാണ് എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ടേക്ക്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്നെ ഇതിൽ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നൊരു കാര്യം, യഥാർത്ഥത്തിൽ എന്താ ബീഹാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? യഥാർത്ഥത്തിൽ ബീഹാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൗരത്വ പരിശോധനയാണ് സാർ. യഥാർത്ഥത്തിൽ പൗരത്വ പരിശോധന നടക്കുകയാണ്. വോട്ടർ പട്ടിക നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചില്ലേ സുപ്രീം കോടതി, നിങ്ങൾക്കാണോ ഹോം മിനിസ്റ്റർക്കാണോ ഇത് പരിശോധിക്കാനുള്ള അവകാശമുള്ളത്? ആഭ്യന്തര വകുപ്പ് പരിശോധിക്കേണ്ട പൗരത്വമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നത്. അതിന് പറഞ്ഞ ന്യായം എന്താണെന്നറിയാമോ? 326 അനുസരിച്ച് വോട്ടർ പട്ടികയിൽപ്പെടുന്നവർ പൗരന്മാരായിരിക്കണമെന്നുണ്ട്. ശരി, സമ്മതിച്ചു. അവർ പൗരന്മാരായിരിക്കാൻ വേണ്ടി അവരുടെ രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ആ രേഖകൾ ഏതൊക്കെ പരിശോധിക്കണം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു എല്ലാവരുടെയും കയ്യിലുള്ള ആധാർ കാർഡ് പരിഗണിക്കില്ല, എല്ലാവരുടെയും കയ്യിലുള്ള വോട്ടർ പട്ടിക അതും ഞങ്ങൾ പരിഗണിക്കില്ല. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി എന്താ ഇടക്കാല ഉത്തരവിലൂടെ പറഞ്ഞത്? അഗ്രീവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആരുടെയെങ്കിലും വോട്ട് നിഷേധിക്കപ്പെട്ടാൽ അവരുടെ ആധാർ കാർഡ് നിങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പരിഗണിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇവിടെയാണ് എൻ്റെ ചോദ്യമുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്ത് അധികാരമാണുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ പൗരത്വം പരിശോധിക്കാനും പൗരത്വ പട്ടിക തയ്യാറാക്കാനും എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയാം. CSDS-ൻ്റെയും ലോക്നീതിയുടെയും ഒരു സർവേ റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. 5 സംസ്ഥാനങ്ങളിലെ പഠനമാണ്. ആസാം, തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വെസ്റ്റ് ബംഗാൾ, അതേപോലെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, കേരളം, പിന്നെ ഡൽഹി. ഈ സംസ്ഥാനങ്ങളിലെ പഠനത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയുണ്ട്. ഇവിടെ ആധാർ കാർഡ് ഒഴിവാക്കി എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു പാർട്ടിക്ക് അനുകൂലമായ മട്ടിൽ മാറ്റിയിരിക്കുന്നത് എന്നതിൻ്റെ കണക്കാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. CSDS-ന്റെ സർവേ പ്രകാരം കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? മൊത്തം 52% ആളുകൾക്ക് ഈ സംസ്ഥാനങ്ങളിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല.
അവർക്ക് തന്നെ ഇല്ല ബർത്ത് സർട്ടിഫിക്കറ്റ്. 87% ആളുകൾക്ക് 1987 ജൂലൈ 1 തീയതിക്ക് ശേഷം ജനിച്ചവർ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അറിയൂ, CSDS സർവേ പ്രകാരം 1987 ജൂലൈ മാസം 1 തീയതിക്ക് ശേഷം ജനിച്ച 87% ആളുകൾക്കും അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയില്ല. കാരണം അവരുടെ അച്ഛൻ്റെയും അമ്മയ്ക്കും ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, SSLC സർട്ടിഫിക്കറ്റ് ഇല്ല, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഇല്ല, സർക്കാർ കൊടുക്കുന്ന രേഖകളില്ല. 48% പേർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ അവസ്ഥയിൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരു സമ്പൂർണ്ണ SIR നടപ്പിലാക്കാൻ പറ്റുക? ആദ്യം നിങ്ങൾ രേഖ കൊടുക്കൂ, അതിനുശേഷം ആ രേഖയോടെ കൂടി അവരുടെ പൗരത്വം ആവശ്യപ്പെടൂ. രേഖകളില്ലാത്ത നാട്ടിൽ അവരുടെ അസംഷൻ എന്ന് പറയുന്നത് ഇവർ വിദേശികളാണ് എന്ന അസംഷനിൽ അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുന്ന കഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ദേശത്വ പൗരത്വ പട്ടിക തയ്യാറാക്കുന്ന തിരക്കിലാണ്. അത് വോട്ടർ പട്ടികയല്ല എന്നതാണ് എൻ്റെ പക്ഷം. ഇതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. രാജ്യത്തെ ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ട പണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തുകൊണ്ടിരിക്കുകയും ഇവിടെയുള്ള ഒരു വിഭാഗം ആളുകളെ ഡിസൻഫ്രാഞ്ചൈസ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ അവരുടെ വോട്ടവകാശം നിഷേധിച്ചുകൊണ്ട് പൗരത്വം നിഷേധിക്കുന്ന പണിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴല്ലേ 7 പേർ മരിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖപ്പെടുത്തേണ്ടി വന്നത്. മരിച്ച 7 പേരോടൊപ്പം രാജ്യത്തിന്റെ ഒപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി ചായ കുടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചത് നാണക്കേടായില്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമത്തേത് എന്താ? പ്രൈവസിയെക്കുറിച്ചോ? നേരത്തെ സൂചിപ്പിച്ചു, ആ പ്രൈവസിയെക്കുറിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവ് ഏതർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ സാങ്കേതികത്വത്തിന്റെ പിടിക്കുകയല്ലേ? 45 ദിവസത്തിനുള്ളിൽ CCTV ദൃശ്യങ്ങൾ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. 45 ദിവസത്തിനുള്ളിൽ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് കൊടുത്താൽ പ്രൈവസിയുടെ ലംഘനമാകുമോ? നേരത്തെ ജിമ്മി ചോദിച്ചതുപോലെ ഈ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ വോട്ടർ പട്ടിക കൊടുത്താൽ മാൽ പ്രാക്ടീസ് നടത്തുമെന്നുള്ള വിദണ്ഡവാദമാണ് കമ്മീഷൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് റൈറ്റ് ടു പ്രൈവസി അല്ല, ഇത് നിയമത്തിൻ്റെ കുരുക്കിൽ നിങ്ങൾ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഒളിക്കാൻ ശ്രമിക്കുകയാണ്. അഥവാ നിങ്ങൾ എങ്ങനെയാണോ ബാലി ഒളിച്ചു നിന്നത് മരത്തിൻ്റെ മറവിൽ എന്നതുപോലെ ഒരു മരം എന്ന് പറയുന്ന ഒരു നിയമത്തെ നിങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഒരു ചട്ടത്തെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ വസ്തുതകളെ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ അതുകൊണ്ട് ഇല്ലാതാവില്ല. അത് രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നിങ്ങൾക്ക് വാനരന്മാരെന്ന് മുദ്രകുത്താം, നിങ്ങൾ കുരങ്ങന്മാരെന്ന് വിളിച്ച് അപഹസിക്കാം, നിങ്ങൾ മാപ്പ് പറയേണ്ടവരാണെന്ന് പറയാം, ഭരണഘടനയെ അപമാനിക്കേണ്ടവരാണെന്ന് പറയാം. ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. രാഹുൽ ഗാന്ധി മാപ്പും പറയാൻ പോകുന്നില്ല, ഒരു കോപ്പും പറയാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പേര് സവർക്കർ എന്നല്ല. രാഹുൽ ഗാന്ധി സൺ ഓഫ് രാജീവ് ഗാന്ധിയാണ്, പ്രപൗത്രനാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ. ആ രക്തം രാഹുൽ ഗാന്ധിയുടെ സിരകളിലൂടെ ഒഴുകുന്നിടത്തോളം കാലം, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം, രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഗാനേഷ് കുമാർ നിങ്ങൾ വിയർക്കേണ്ടി വരും. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് രാഹുൽ ഗാന്ധി എന്നേ പറയാനുള്ളൂ. കമ്മീഷൻ വ്യക്തത വരുത്തിയിട്ടില്ല ലെവലേശം പോലും. പക്ഷേ അപഹാസ്യമായിരുന്നു പത്രസമ്മേളനം. ഞാനും യോജിക്കുന്നു ഈ 3 പേരുടെയും അഭിപ്രായത്തോട്. നോ എന്ന് 4 പേർ. Meet the editors.